മക്കളെ, നാളത്തെ 5ാം ക്ലാസ് താരീഖിന് 99% ഉറപ്പുള്ള ചോദ്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് കേട്ട് പഠിച്ചോളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞ അക്കീദൻ്റെ ചോദ്യങ്ങൾ 50-ൽ 49 മാർക്കിന് വന്നിട്ടുണ്ട്. ഇത് വെറുതെ ചോദ്യപേപ്പർ വിശകലനമല്ല, ഉറപ്പുള്ള ചോദ്യങ്ങളെ കാണിച്ചു തരുന്നത്. അതും സമയം വളരെ ചുരുക്കിക്കൊണ്ട് 5 മിനിറ്റ് കേട്ടു. ഒന്നാമത്തെ ഉറപ്പുള്ള ചോദ്യം: ധനികരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ? ധനം കൊടുത്ത് മോചിതരായി. പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഹിജറ 2-ാം വർഷം സഫർ മാസത്തിൽ. ശരീഅത്ത് എന്ന് പറയുന്നു എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ത്? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ വിന്യസിച്ചത് എവിടെ? ജബലുർ റുമാത്തിൽ. ഈ എണ്ണത്തിലൊരു 3-4 ചോദിക്കുന്നുള്ളത് 100% ഉറപ്പാട്ടോ. ബദറിൽ മുസ്ലിങ്ങളുടെ എണ്ണം 313, ശത്രുക്കളോ 1000. കുതിരകൾ മുസ്ലിങ്ങൾ 3, ശത്രുക്കളത് 300 ആക്കണ്ട, 200 ആക്കിക്കോ. അതേസമയം മുസ്ലിങ്ങളുടെ ഒട്ടകങ്ങൾ 70, അതേസമയം ശത്രുക്കളതോ നേരെ 10 ഇരട്ടി 700. മുസ്ലിങ്ങളുടെ അങ്കികൾ 6, ശത്രുക്കളുടെ നേരെ 10 ഇരട്ടി 600. അപ്പോൾ അവിടെ 70 ഉള്ളത് ഇവിടെ 700, അവിടെ 6 ഉള്ളത് ഇവിടെ 600, അവിടെ 3 ഉള്ളത് ഇവിടെ 300 ആക്കാണ്ട 200 ആക്കിയാൽ മതി കേട്ടോ. ജബലുർ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ത്? യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മക്കളെ, അത് പൂരിപ്പിക്കാൻ വരുന്ന കാര്യം ഉറപ്പിച്ചോട്ടോ. ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. പഠിച്ചോ. ഉഹദിൽ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പേര് ഓർത്തു വെച്ചോട്ടോ. പൂരിപ്പിക്കാൻ വരുന്ന കാര്യം കേട്ടോ. അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മുസ്ലിം സൈന്യത്തിൽ നിന്ന് മടങ്ങിയത് ആരായിരുന്നു? മുനാഫിക്കുകൾ. ഉഹദിൽ ശത്രുക്കളുടെ എണ്ണം 3000 യോദ്ധാക്കള്, 15 സ്ത്രീകള്, 200 കുതിര, 300 ഒട്ടകം ഉൾപ്പെട്ടതായിരുന്നു ശത്രുക്കളുടെ ടീം. എണ്ണം മറക്കണ്ട കേട്ടോ, എണ്ണം പതിവായി വരുന്നതാണ്. ഉഹദിൽ ഷഹീദായ സ്വഹാബികൾ എത്ര? 70 സ്വഹാബികൾ. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു? 23 പേര്. ഖന്തക്കിന് അഹ്സാബ് എന്ന് പേര് കിട്ടാൻ കാരണം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ. ഇതിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ഖന്തക്കിന്റെ മറ്റൊരു പേര് അഹ്സാബ്, അത് ഉറപ്പിക്കട്ടോ. കിടങ്ങ് കീറിയിരുന്ന സ്വഹാബികൾ എത്ര പേരുണ്ടായിരുന്നു? 3000 പേര്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ശിരസ് എന്ന് പറഞ്ഞാൽ തലയാണ് കേട്ടോ. ഉഹദ് യുദ്ധം ഉണ്ടായ വർഷം ഹിജറ 3-ാം വർഷം ഷവ്വാൽ മാസത്തിൽ. ആ മാസം ഓർത്തു വെച്ചോ, ഷവ്വാൽ. അമ്പെയ്ത്തിൽ വിദഗ്ധരായവരെ ജബലുർ റുമാത്തിൽ വിന്യസിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? മലയുടെ പിന്നിൽ കൂടി വരുന്നവരെ തടയാൻ വേണ്ടി. ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു ഹിജറ 2-ാം വർഷം റമളാനിൽ. മാസം മറക്കണ്ട, റമളാൻ. ബദറിൽ ഷഹീദായവർ 14. ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ? മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെ? ബനൂ ഖൈനുഖാ, ബനൂ ഖുറൈള, ബനൂ നളീർ. ബദറിൽ ശത്രുപക്ഷത്ത് നിന്നും എത്ര പേര് കൊല്ലപ്പെട്ടു? 70 പേര്. ഇത് ഉറപ്പിക്കട്ടോ ചോദ്യം.